ഹായ് ഫ്രണ്ട്സ്, ഇവർ മൂന്നാളും ബ്രദേഴ്സാണ് കേട്ടോ. അബ്രാം, അർഹാം, യഹിയ. അബ്രാം, അർഹാം ട്വിൻസാണ്. അവർക്ക് 3 വയസ്സ്. അവരെക്കാൾ 1.5 വയസ്സുള്ളതാണ് യഹിയ. സംഭവം 3 പേരും ഒരുമിച്ചൊക്കെ ആണെങ്കിൽ തന്നെ 3 പേർക്ക് 3 സ്വഭാവമാണ്. ഇപ്പോൾ നമസ്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പള്ളിയിൽ മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഇവരെ കുഞ്ഞിലെ നമ്മൾ കുഞ്ഞുവാവകളൊക്കെ എടുത്തുകൊണ്ട് നടക്കണ ബെഡില്ലേ, അതാണ് അത്. അപ്പോൾ ഇവർ ജനിച്ചപ്പോൾ 2 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ആ സമയത്ത് വാങ്ങിച്ച ബെഡാണ്. അപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കണ കേട്ടപ്പോഴത്തേക്കും മുസല്ല വിരിക്കുന്നത് പോലെ ആ ബെഡ് എടുത്തുകൊണ്ടൊന്ന് വിരിച്ചിട്ട് നമസ്കരിക്കുകയാണ്. നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ കിടക്കലായി. സംഭവം അതല്ല, ഇപ്പോൾ ഈ കളി ചിരിയൊക്കെ ആണെങ്കിലും പെട്ടെന്നായിരിക്കട്ടെ അവരുടെ സ്വഭാവം മാറുക. പെട്ടെന്നായിരിക്കും തല്ലുപിടുത്തം വരാം. അങ്ങനെ ഒരു സീൻ ഇതിലുണ്ട്. അത് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് കാണാം, ചെറിയ ആൾ ഇടയിലൊക്കെ കയറി ചെല്ലുന്നുണ്ട്, തട്ടിമറിച്ചിടുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ്. ഇക്കാക്കന്മാർ എന്ത് ചെയ്യുന്നു അത് തന്നെ യഹിയാക്കും ചെയ്യണം. അപ്പോൾ അവർക്കാണെങ്കിൽ അവരുടേതായ സ്പേസ് വേണം. അവനിടയിൽ കയറുന്നത് ഇഷ്ടമല്ല. ഏറ്റവും കൂടുതൽ തല്ലുപിടുത്തം ഈ മൂത്ത ആൾ അർഹാമും ഇളയ ആൾ യഹിയയും തമ്മിലാണ്. അബ്രാം പിന്നെയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന ഒരു സ്വഭാവക്കാരൻ. അപ്പോൾ നല്ല കളിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ച ആ സീൻ്റെ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലായിരിക്കും ഇവർ എന്താ പറയുക, തല്ലുപിടുത്തം തുടങ്ങുക. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കില്ല. കാരണം അത്രയും നേരം നല്ല സ്നേഹത്തിലിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുകയില്ല ഇപ്പോൾ ഇവർ തല്ല് പിടിക്കും, അടിയാകും, ബഹളമാകുമെന്നും. കണ്ട തുടങ്ങി, അവിടെ അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജാക്കിച്ചാൻ്റെ മക്കളാണ് കേട്ടോ. ഏതൊക്കെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പിടിക്കാൻ ചെന്നാലും ഇതിപ്പോൾ ശീലമായതുകൊണ്ട് അധികം നമുക്കറിയാം, തുടങ്ങുമ്പോൾ തന്നെ ഇത് എവിടെ വരെയും പോകും നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളതൊക്കെ നോക്കി വലിയ പ്രശ്നമൊന്നും ഇല്ലയെന്ന് കണ്ടാൽ പിന്നെ അതിൻ്റെ ഇടയിലേക്ക് പോകില്ല. അപ്പോൾ കാര്യങ്ങൾ അവിടെയൊന്നും തീർന്നിട്ടുണ്ടായില്ല. അതേ വീണ്ടും ഒരാളുടെ ബെഡ് മറ്റേ ആളെ പിടിച്ച് വലിക്കാൻ നോക്കി. പിന്നെയും പ്രശ്നങ്ങൾ തുടങ്ങി. സംഭവം കുറച്ച് സീരിയസ് ആയി തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തലും പിച്ചിലും തള്ളലും. സോഫയിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും എനിക്ക് പേടിയാണ്. അപ്പുറത്തേക്ക് വീണ് പോകില്ല. അപ്പോൾ ഞാൻ വേഗം 2 പിടിച്ചിരുത്തി. 2 പേർക്കും പൊരിയൊക്കെ ഇട്ട് കൊടുത്തു. പൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാണുമ്പോൾ മൈൻഡ് മാറുമല്ലോ എന്ന് ഓർത്തിട്ട് പൊരിയൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ 2 പേരും ശാന്ത സ്വഭാവക്കാരായി സ്വസ്ഥമായിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിൽ വെച്ച് കൊടുത്ത് കഴിച്ചു. അങ്ങനെ